ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും ദൂതുമായി വീണ്ടും ഒരു ഉയർപ്പ് തിരുനാൾ കടന്നു വരികയാണ്. രക്ഷകന്റെ ഉത്ഥാനത്തിലൂടെ കൈവന്ന പുതിയ ജീവനിൽ പങ്കുചേരുവാനായിട്ടാണ് തിരുസഭ നമ്മെ ഏവരെയും ക്ഷണിക്കുക. മനുഷ്യജീവിതം ഒരിക്കലും കാൽവരിയിലും കല്ലറയിലും അവസാനിക്കുന്നില്ല എന്ന ക്രിസ്തുവിൻ്റെ ഉത്ഥാനം വെളിപ്പെടുത്തുന്നു. അങ്ങനെ അപമാനത്തിൻ്റെ ചിഹ്നമായി കരുതിയ കുരിശ് രക്ഷയുടെയും മഹത്വത്തിൻ്റെയും ചിഹ്നമായി മാറി. വീണ്ടും ക്രിസ്തുനാഥൻ്റെ ഉയർപ്പ് തന്നെയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുക: ഒരു പക്ഷേ ക്രിസ്തുനാഥൻ തൻ്റെ മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ വിശ്വാസം വ്യർത്ഥമായേനെ. ഈ ക്രൈസ്തവ ജീവിതം തന്നെ അർത്ഥശൂന്യമായേനെ. ആകയാൽ മരണത്തെ പരാജയപ്പെടുത്തിയ ക്രിസ്തുവിൻ്റെ വിജയം ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൽ പ്രത്യാശയുടെ വെളിച്ചം വീശുന്നു. വീണ്ടും ഒരു കാത്തിരിപ്പിന് പ്രതീക്ഷ നൽകുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം. അതുകൊണ്ട് തന്നെ ധീരമായ ഏതൊരു പ്രവൃത്തി ചെയ്യാനും മനുഷ്യൻ ഭയപ്പെടുന്നു. കാരണം അതിൻ്റെ പിന്നിൽ മരണം എന്ന യാഥാർത്ഥ്യം ഒളിഞ്ഞു കിടക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ മരണത്തെ ഭയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ കുഴിമാടത്തിലെ ജീർണത അവനിൽ ഉളവാക്കുന്ന ഭീതിയാകാം. അല്ലെങ്കിൽ തൻ്റെ സ്നേഹിതന്മാരെയും താൻ സ്വന്തമാക്കിയതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോകേണ്ടി വരും എന്ന ചിന്തയാകും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം എല്ലാറ്റിൻ്റെയും അവസാനമാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യത്തിലേക്ക് മരണം നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ ക്രൈസ്തവ വിശ്വാസം നമ്മെ പഠിപ്പിക്കുക, മരണം ഒരിക്കലും ഒന്നിൻ്റെയും അന്ത്യമല്ല, മറിച്ച് ഇനിയൊരിക്കലും മരണമില്ലാത്ത മറ്റൊരു ജീവിതത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഇത് തന്നെയാണ് ക്രിസ്തുനാഥൻ്റെ ഉയർപ്പ് നമ്മെ പഠിപ്പിക്കുക. ജീവന്റെ സഭയിലേക്ക് നമ്മെ നയിക്കുവാൻ അവർണ്ണനീയമായ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കടന്ന് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ആയതിനാൽ ക്രിസ്തുനാഥൻ്റെ ഈ ഉത്ഥാന അനുഭവം പങ്കുവയ്ക്കുവാനുള്ള വിളിയാണ് ഓരോ ക്രൈസ്തവൻ്റെയും. ജീവിതത്തിൻ്റെ വേദനകളുടെയും മരണത്തിൻ്റെയും മുന്നിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ കരുത്തുണ്ടാകണമെങ്കിൽ പുനരുദ്ധാനം ചെയ്തവനിൽ നമുക്ക് വിശ്വാസമുണ്ടാകണം. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒത്തിരിയധികം രാഷ്ട്രീയ നേതാക്കന്മാരെയും മതനേതാക്കന്മാരെയും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഒരു മതനേതാവ് എന്ന നിലയിൽ യേശുനാഥൻ തികച്ചും വ്യത്യസ്തനാണ്. കാരണം മറ്റാരും തന്നെ മരണത്തെ പരാജയപ്പെടുത്തി പുനരുദ്ധാനത്തിലേക്ക് പ്രവേശിച്ചതായി ചരിത്രം സാക്ഷ്യം വഹിക്കുന്നില്ല. ഒരിക്കൽ ഒരു വ്യക്തി പുതിയൊരു മതം സ്ഥാപിക്കുവാനായിട്ട് പുറപ്പെട്ടു. ഒത്തിരിയധികം സമ്പത്തും അനുഗമിക്കുവാനായിട്ട് പ്രഗത്ഭരായ ഒത്തിരി ശിഷ്യഗണങ്ങൾ ഉണ്ടായിട്ടും എത്രയധികം പരിശ്രമിച്ചിട്ടും ഒരു മതം സ്ഥാപിക്കുവാനായിട്ട് അയാൾക്ക് സാധിച്ചില്ല. അങ്ങനെ വളരെ വേദനയോടുകൂടി തൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു: ഇത്രയധികം സമ്പത്തും ശിഷ്യഗണവും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് എനിക്കൊരു മതം സ്ഥാപിക്കുവാൻ കഴിയാത്തത്? എന്നാൽ യേശുവിനാകട്ടെ സമ്പത്തായിട്ട് യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വെറും ദരിദ്രനായിരുന്നു. ഉണ്ടായിരുന്നതോ ഒന്നും അറിയാത്ത വെറും മീൻപിടുത്തക്കാരായ 12 ശിഷ്യന്മാർ. പക്ഷേ ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒരു മതം സ്ഥാപിക്കുവാൻ അവിടത്തേക്ക് സാധിച്ചു. അപ്പോൾ ആ സുഹൃത്ത് മറുപടി ഇപ്രകാരം പറഞ്ഞു: ഒരു വെള്ളിയാഴ്ച ക്രിസ്തു കുരിശിൽ മരിച്ചു. എന്നാൽ ഞായറാഴ്ച അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. നീയും
അപ്രകാരം ചെയ്താൽ നിന്റെ മതവും ഒരു നാൾ ലോകമെങ്ങും പ്രചരിക്കും. പ്രിയ സഹോദരി സഹോദരന്മാരെ, കുരിശുമരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് കരുതി യേശുവിൻ്റെ കല്ലറയ്ക്ക് മുദ്ര വച്ചപ്പോൾ കയ്യഫാസും കൂട്ടരും ആർത്തുല്ലസിച്ചു. ദൈവമായി അവതരിച്ചവനെ എന്നേക്കുമായി ഈ ലോകത്ത് നിന്നും തുടച്ചു മാറ്റുവാൻ മരണത്തിന് കഴിയുമെന്നവർ ചിന്തിച്ചു. എന്നാൽ മരണം ഒരിക്കലും ഒന്നിൻ്റെയും അന്ത്യമല്ല, മറിച്ച് ഇനിയൊരിക്കലും മരണമില്ലാത്ത മറ്റൊരു ജീവിതത്തേക്കുള്ള പ്രവേശന കവാടം മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റവൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് പാപിനിയായ മഗ്ദലേന മറിയത്തിനായിരുന്നു. മഗ്ദലേന മറിയത്തെ കല്ലറയിൽ എത്തിക്കുന്നത് ഈശോയോടുള്ള അതിരറ്റ സ്നേഹമാണ്. ശൂന്യമായ കല്ലറ കണ്ട് ശിഷ്യന്മാർ പോലും മടങ്ങിപ്പോയപ്പോൾ അവൾ അവിടെ തന്നെ നിൽക്കുവാൻ കാരണം ഈ സ്നേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉദ്ധിതനെ ദർശിക്കുന്ന ആദ്യ വ്യക്തിയായി മറിയം മാറി. പിന്നീട് അവളുടെ ജീവിതം ഉദ്ധിതനെ പ്രഘോഷിക്കുവാനുള്ള തിടുക്കമായിരുന്നു. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ സഹനത്തെയും മരണത്തെയും പരാജയപ്പെടുത്തിയ ഉദ്ധിതനായ ക്രിസ്തുവിൽ നമുക്ക് പൂർണ്ണമായും വിശ്വാസമർപ്പിക്കാം. ജീവിത ദുഃഖത്താൽ തളരുമ്പോഴും പ്രതീക്ഷകൾക്ക് നിറമങ്ങുമ്പോഴും തകർച്ചകളെ നേരിടേണ്ടി വരുമ്പോഴും ഉദ്ധിതനായ ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. അങ്ങനെ നമുക്കും ഉദ്ധിതരായി ഉദ്ധാനം നൽകുന്ന സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആഘോഷകരാകാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.